വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ തനിക്കായി ഒരു ജനമായും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും വെച്ച് ഒരു പ്രത്യേക നിധിയായും തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിങ്ങളെ തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിങ്ങളെ തന്റെ സ്വന്തം മക്കളായി ദത്തെടുക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിങ്ങളെ എന്നേക്കുമായി അവനോടൊപ്പം ജീവിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തു? ബൈബിൾ വ്യക്തമായ ഒരു സത്യത്തിൽ ഉത്തരം നൽകുന്നു. അവൻ നിങ്ങളെ സ്നേഹത്തിൽ തിരഞ്ഞെടുത്തു. കർത്താവ് സ്നേഹിച്ചതുകൊണ്ടും താൻ സത്യം ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും തിരഞ്ഞെടുത്തുവെന്ന് ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതെ, അവൻ സ്നേഹത്തിൽ തിരഞ്ഞെടുത്തു. ദൈവവചനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നമ്മെ സ്നേഹിച്ചവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചവനും തന്റെ ദൈവവും പിതാവുമായവന് നമ്മെ തന്നെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനും അവന് എന്നേക്കവും മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇത് വെളിപ്പാട് പുസ്തകം 5-6 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. എത്ര മഹത്തരമായ സ്നേഹം! നിങ്ങളുടെ യോഗ്യതയോ സ്വഭാവമോ നിമിത്തമല്ല കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ മേൽ തന്റെ സ്നേഹം വെച്ചതുകൊണ്ടാണ് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് കർത്താവ് മലാക്കി 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാവ് 31-ാം അധ്യായം 3-ാം വാക്യത്തിലും കാണപ്പെടുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളോ ത്യാഗങ്ങളോ യോഗ്യതകളോ നിമിത്തമല്ല അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവന്റെ സ്നേഹത്തിനും കൃപയ്ക്കും അനുസൃതമായി അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആ കൃപ എത്ര മധുരമാണ്! അർഹതയില്ലാത്തവരോട് ക്രിസ്തു കാണിക്കുന്ന ദിവ്യ അനുഗ്രഹമാണ് കൃപ. സ്നേഹത്താലും കൃപയാലും മാത്രമല്ല, പിതാവിന്റെ മുന്നറിവിന്റെ അടിസ്ഥാനത്തിലും നിങ്ങളെ തിരഞ്ഞെടുത്തു. പിതാവായ ദൈവത്തിന്റെ മുന്നറിവനുസരിച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും അനുസരണത്തിലും യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കുന്നതിലും നിങ്ങളെ തിരഞ്ഞെടുക്കുവീനെന്ന് 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരും ദിവ്യ മുന്നറിവിനനുസരിച്ച് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തന്റെ രാജ്യത്തിലേക്ക് ആരെയാണ് വിളിക്കേണ്ടതെന്ന് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ വംശത്തിൽ നിന്ന്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന്, നിങ്ങളുടെ അതുല്യമായ സാഹചര്യങ്ങളിൽ നിന്ന് അവന്റെ മുന്നറിവനുസരിച്ച് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, കർത്താവ് നിങ്ങളെ മുൻകൂട്ടി അറിഞ്ഞു. അവൻ നിങ്ങളെ മനഃപൂർവ്വം സ്നേഹപൂർവ്വം നിത്യതയ്ക്കായി തിരഞ്ഞെടുത്തു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 2-ാം അധ്യായം 5-ാം വാക്യം. എന്റെ പ്രിയ സഹോദരന്മാരെ, കേൾക്കൂ. ദൈവം ഈ ലോകത്തിലെ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കാൻ തിരഞ്ഞെടുത്തില്ലയോ? ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ആവർത്തന പുസ്തകം 30-31 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 15-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.